ഒരു സ്ഥിര വരുമാനം എന്ന് പറയുന്നത് നമുക്ക് മന്ത്ലി ഇത്ര രൂപ എന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടെൻഷനൊന്നുമില്ല. ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ഥിര വരുമാനം അല്ല. സ്ഥിരമായിട്ട് വർക്കുള്ളവർക്ക് അത് കുഴപ്പമില്ല, അല്ലാതെ നിൽക്കുന്നവർക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും പഠിച്ചു, ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കുറേയൊക്കെ അറിയാനുണ്ട്. നമ്മളിപ്പോഴും ഇതിന്റെ ഒരു 50% ഇപ്പോഴും നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നിർമ്മിച്ചാൽ മാത്രം പോരാ, ഇത് വിതരണം ചെയ്യാനും നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ പുറകെ. ടോവി ഏറ്റെടുത്തറിയുന്ന ആളാണ്. എനിക്ക് എന്ത് കഥ ഉണ്ടെങ്കിലും എനിക്ക് അപ്പോൾ വിളിച്ചൊരു കോളിൽ ചെന്നിട്ട് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന പുള്ളിക്കാരൻ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിരക്കുള്ള ആളുമാണ്. പക്ഷേ നമ്മളൊരു ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ മര്യാദ കാണിക്കുന്ന ഒരാളാണ്. നിലവിലിപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്ത സമയത്താണ് എനിക്ക് 21 ഗ്രാംസിന്റെ വിളി വരുന്നത്. അതും വേറൊരു ആക്ടർ ചെയ്യാതിരുന്ന ക്യാരക്ടർ. ഷൂട്ട് തുടങ്ങാൻ ഒരാഴ്ച എന്തോ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഡയറക്ടർ ഒരു ഓഡിഷൻ പോലും ഇല്ലാതെ ഞാൻ ഈ റീലൊക്കെ ചെയ്തിട്ട് വരുന്ന ഇടയ്ക്ക് വെറുതെ പുള്ളിക്കാരൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. പാർത്തനെങ്കിലും സഹിച്ച ആ പുള്ളിനെ എനിക്ക് അറിയാം, ഞാൻ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആണെന്നോ അങ്ങനെ ഞാൻ കയറിയത്. അതും കിട്ടിയതിൽ നമ്മൾ ഒരു 100% ആവും എന്ന് തോന്നിയ അതായിരിക്കണം എനിക്ക് ഏറ്റവും നല്ല മൊമെന്റ്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു വെൽത്തി സ്പോട്ട്ലൈറ്റ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഗസ്റ്റുമായിട്ടാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ആക്ടറാണ്, റൈറ്ററാണ്, കാസ്റ്റിംഗ് ഡയറക്ടറാണ്. സിനിമാ മേഖലയിൽ അത്യാവശ്യം എല്ലായിടത്തും കൈപോകുന്ന ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, വിവേക് അനിരുദ്ധാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. വിവേക്, വെൽക്കം ടു ഷോ. താങ്ക് യു. രാവിലെ എന്താ എനർജി ഒന്നും ഇല്ലല്ലോ? തൊണ്ടയ്ക്ക് സുഖമല്ല. എന്നാ പറ്റി? ഇന്നലെ ഒന്ന് ചെറുതായിട്ട് മഴ നനഞ്ഞായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ശരിക്കും ഇതല്ല ശബ്ദം, ഇതല്ല എൻ്റെ സൗണ്ട്, വേറെയാണ് എൻ്റെ സൗണ്ട് എന്നല്ലേ? ഓക്കെ. വിവേക് അനിരുദ്ധ്. അനിരുദ്ധ് എന്നുള്ള പേരുമുണ്ട്, വിവേക് എന്നുള്ള പേര്. ഇത് സത്യത്തിൽ ഏതാ വിളിക്കാൻ ഇഷ്ടം? അനിരുദ്ധ് എന്നുള്ള പേരാണ്. ചിലരങ്ങനെ വിളിക്കാറുണ്ട്. അനിരുദ്ധ് വിവേക് എന്ന് വിളിക്കാറുണ്ട്, അനിരുദ്ധ് എന്ന് മാത്രം വിളിക്കാറുണ്ട്. രണ്ടും ഒരു വിവേകിന്റെ തന്നെ പേരാണോ? അനിരുദ്ധ് ഫാദറിന്റെ നെയിം, അച്ഛൻ്റെ പേരാ. അത് തന്നെ വിളിക്കുമ്പോ അത് ഇഷ്ടാ? അത് കേൾക്കാൻ രസമല്ലേ. പിന്നെ കുറച്ചും കൂടി ഒരു പവർഫുൾ നെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേൾക്കാൻ ഒരു ഗത്തുണ്ട് അതിന്. അനിരുദ്ധ് എന്നുള്ള ഇതിലല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ എന്താ വിളിക്കണ്ടേ? വിവേകിന് വിളിക്കണോ? അനിരുദ്ധ് എന്ന് വിളിച്ചോ? അനിരുദ്ധ് വരുമോന്ന് അറിയത്തില്ല, ബിക്കോസ് വിവേക് വിളിച്ച് നോക്കാം. ഓക്കെ. എനിവേ, ആക്ടറാണ്, കാസ്റ്റിംഗ് ഡയറക്ടറാണ്, റൈറ്ററാണ്. ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാമാണ്, ഓൾ ഇൻ ഓൾ ആണ് ഫിലിമിൽ. നിങ്ങൾ വിചാരിച്ചാലേ അതിനകത്ത് ആര് അഭിനയിക്കണമെന്ന് തോന്നത്തുള്ളൂ അല്ലേ? അപ്പം ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് 21 ഗ്രാംസ് ആണ്, അനൂപേട്ടൻ്റെ അളിയനായിട്ട് അഭിനയിക്കുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു ആക്ടിങ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫിലിം ഫീൽഡിലേക്ക് വിവേക് വരുന്നത്? ആക്ടറാവണം, അത് എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം പേർക്കും അത് തന്നെയായിരിക്കും ആഗ്രഹം. ഞാൻ ശരിക്കും ഡയറക്ടറാവാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയത് മാരാസ് കോളേജിലായിരുന്നു പഠിച്ചത്. മാരാസിൽ നിന്ന് കഴിഞ്ഞ ഉടൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്വന്തം പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് 2016 സമയത്ത് ഞാൻ സിനിമ അനൗൺസ് ചെയ്തു. ടൊവിനോ ആയിരുന്നു ഹീറോ അതിനകത്ത്. പിന്നെ പല കാരണങ്ങളാൽ അതിങ്ങനെ പെൻഡിങ് ആയി. ഇപ്പം ടൈമില്ല ഒരു സീൻ, ഒരു ഐ മീൻ പൊതുവേ നോക്കുമ്പോൾ അന്ന് ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒട്ടുമില്ല. ടൊവിനോ തോമസിനെ കിട്ടുന്നില്ല. ഞങ്ങളൊരു എനിക്ക് തോന്നുന്നൊരു 9 കൊല്ലമായിട്ടുണ്ട്, 9-10 വർഷമായിട്ടുണ്ടാവുമായിരിക്കണം പരിചയമായിട്ട്. ഓക്കെ. അപ്പം അന്ന് മുതലേ ടൊവിനോയുടെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഒരുമിച്ച് നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് സിനിമകൾ ഒരുമിച്ച് ചെയ്യാനുള്ള പ്ലാനിൽ വന്നു. പിന്നെ 2016 അനൗൺസ് ചെയ്തു. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീങ്ങിപ്പോയി. അപ്പോഴേക്കും നമുക്ക് സിനിമയ്ക്കകത്ത് ഒരുപാട് ബന്ധങ്ങൾ, അന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഇരുന്നവർ പിന്നീട് അസോസിയേറ്റ്സായി, അവർ ചീഫായി. അതിൽ കുറേ പേര് സിനിമകൾ ചെയ്തു, കുറേ പ്രൊഡ്യൂസേഴ്സ്, എല്ലാവരും നമ്മുടെ അത്യാവശ്യം ഫ്രണ്ട് സർക്കിളിൽ ഉള്ള ആളുകളാണ്. അപ്പോൾ അഭിനയിക്കണമെന്നങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ ചിലർ ഇങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ പോയി ചെയ്ത സിനിമകൾ ആദ്യത്തിലുണ്ടായിരുന്നത്. നമ്മുടെ ഇഷ്കിൽ ഞാൻ അങ്ങനെ പോയി അഭിനയിച്ചതാണ്. മെക്സിക്കൻ അപാരത അങ്ങനെ അഭിനയിച്ചതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാനൊരു 8 സിനിമകളോളം ചെയ്തിട്ടുണ്ട്. 8 ഈ പറയുന്നത് എന്താ സ്റ്റാർ വാല്യൂസ് ഉള്ള സ്റ്റാർസിന്റെ കൂടാണ് 8 അഭിനയിച്ചിട്ടുണ്ട്? അല്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ടോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഓക്കെ സ്റ്റാർ ആയിട്ട് നമുക്ക് തന്നെ അഭിനയിക്കാമെന്ന് ആസ് എ ഹീറോ? അങ്ങനെ നായകനാവണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ച് സേഫാണ്. അങ്ങനെയുള്ള പരിപാടികൾ അതെ, ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയ്ക്ക് എന്ത് സംഭവിച്ചാലും
ഓരോ ആർട്ടിസ്റ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമയ്ക്ക് എന്ത് സംഭവിച്ചാലും അത് പ്രശ്നമല്ല, ക്യാരക്ടർ റോൾ ആവുമ്പോൾ നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. നിലവിലിപ്പോൾ അതാ കുറച്ച് സേഫ് കളിയാണ്. ആരും കാണാത്ത സിനിമയിൽ നായകനാകുന്നതിനേക്കാളും നല്ലതാണല്ലോ എല്ലാവരും കാണുന്ന സിനിമകളിൽ ക്യാരക്ടർ റോൾ ചെയ്തു പോകുന്നത്. അതെ. അതായിരിക്കും കുറച്ച് സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വിവേക് അങ്ങനെയാണ് മൂവിയിലേക്ക്, ഐ മീൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വരുന്നത്. അപ്പോൾ വിവേകിന്റെ സ്ഥലം എവിടെയാണ്, എങ്ങനെയാണ് വിവേക് ഇതിലേക്ക് കടന്നു വരുന്നത്? ഞാനിവിടെ പഠിച്ചതൊക്കെ എവിടാ? FACT, അച്ഛൻ FACTയിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഞാനും അച്ഛനും പഠിച്ച അതേ സ്കൂളിൽ തന്നെ ഞാനും പഠിച്ചത്, FACT സ്കൂളിൽ തന്നെ പഠിച്ചത്. അത് കഴിഞ്ഞ് കോളേജൊക്കെ നമ്മൾ മഹാരാജാസ് കോളേജിലായിരുന്നു പഠിച്ചത്. ഞാനും കൊച്ചി തന്നെയാണ്. അതെ അതെ. ഓക്കെ, കൊച്ചിക്കാരൻ എങ്ങനെ നമ്മൾ ഈ കടന്നു വരുന്ന വഴികൾ, അതിൻ്റെ മഹാരാജാസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഉടൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. മഹാരാജാസിൽ പഠിക്കുന്ന സമയത്ത് സിനിമയിൽ വർക്ക് ചെയ്യണം, അതിൻ്റെ പല ഭാഗങ്ങളിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ എഡിറ്റർ ഉണ്ടായിരുന്നു, DOP, അങ്ങനെ അഭിനയം, അങ്ങനെ എല്ലാ മേഖലകളിലുള്ള അങ്ങനെ ഓരോരുത്തരും മഹാരാജ് കഴിഞ്ഞിറങ്ങി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോയി. അതിൽ എല്ലാവരും ഇപ്പോൾ അതേ മേഖലകളിൽ തന്നെയാണ്, ഞാനും അതേ മേഖലകളിൽ തന്നെ. ഈ വന്ന സമയത്ത്, അതായത് ഇപ്പം ജോലി വല്ലതും ചെയ്യുന്നുണ്ടായിരുന്നു ആ ടൈമിൽ? ഞാൻ ചെറിയൊരു ഗ്യാപ്പിൽ എന്തെങ്കിലും ഇത് വേണമായിരുന്നല്ലോ, കോളേജിൽ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിലൊരു ചെറിയ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളെ കൊണ്ടുപോയുള്ളൂ. പക്ഷെ അത് എനിക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടായിരുന്നായിരുന്നു. ഓക്കെ. പക്ഷേ ഇതല്ല നമ്മളുടെ ഒരു പരിപാടി എന്ന് ഇടയ്ക്ക് വെച്ച് തോന്നിയപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞ് അത് നിർത്തി ഇതിനകത്തേക്ക് തന്നെ പൂർണ്ണമായിട്ടും ഇറങ്ങി. അങ്ങനെ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോയത്. ഞാൻ കഴിച്ചു ആ ഒരു കുഞ്ഞു ഗ്യാപ്പിൽ വിവേകിന് ആസ് എ ജോലി എന്ന രീതിയിൽ ഒരു ബിസിനസ്, അതൊരു ബിസിനസ്സായിട്ട് തന്നെ നമുക്ക് കൂട്ടാം അല്ലേ? അപ്പം അന്നേരം ഉണ്ടായ എന്തൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? കാരണം നമ്മുടെ പാഷൻ മുഴുവൻ ആക്ടിങ്, ഐ മീൻ മൂവി ആണെങ്കിൽ പോലും ആ ടൈമിൽ ബിസിനസ്സും ചെയ്തല്ലോ. അപ്പോൾ അന്നേരം ഉണ്ടായിരുന്ന സ്ട്രഗിൾസ് ആയിക്കോട്ടെ, എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ്? ആ സമയത്ത് എനിക്ക് സ്ട്രഗിളൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ എപ്പോഴാണ് സ്ട്രഗിൾ വന്നേ? സിനിമയിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് സ്ട്രഗിൾ വന്നു. അതുവരെ ഞാൻ സേഫ് ആയിരുന്നു. അല്ല, സിനിമയിൽ ഇറങ്ങുന്ന എല്ലാരും പറയുന്നത് കടക്കം വിറ്റ് പോയ കഥയാണ്. ഏതാ നമ്മുടെ കഥ പറയുമ്പോൾ ഇതിനകത്ത് പറയുമല്ലോ, കാശുള്ളവൻ വന്നാലും ഇതിനകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമ്മളുടെ ആ സോഴ്സ് ഒക്കെ അങ്ങ് നിൽക്കും പതുക്കെ. അത് ഞാനും കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് തന്നെ ഇതിനകത്തേക്ക് ഇറങ്ങിയത്. അത് ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും, മറ്റം തുടങ്ങും എന്നുള്ളതിൽ നിന്ന സമയത്ത് തുടങ്ങിയില്ല. ആ സമയത്തൊന്നും കയ്യിലുണ്ടായിരുന്നു പൈസയും തീർന്നു. അത് തന്നെയാണ് ഏറ്റവും സ്ട്രഗിളിങ് ടൈം. അതെ. ഓക്കെ. അപ്പോൾ ബിസിനസ് ചെയ്ത സമയത്ത് ആ സമയത്ത് അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നു. കാരണം ബാക്ക് ടു ബാക്ക് വർക്കുണ്ട്, ഒരുപാട് വർക്കുകൾ അന്ന് 2-3 സൈഡിലൊക്കെ ഒരേ സമയം വർക്ക് നടന്നു. അന്ന് നമുക്ക് ഇഷ്ടംപോലെ പൈസ. അപ്പോൾ ഫിനാൻഷ്യലി അന്ന് സ്റ്റേബിൾ ആയിരുന്നു. ഓക്കെ. അപ്പം ഞാൻ ഒരു സിമ്പിളായിട്ട് ചോദിച്ചോളൂ, അപ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ? അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇറങ്ങി നമ്മളുടെ തുടക്ക സമയമുള്ളൂ. എനിക്ക് സിനിമയിൽ ആരെയും പരിചയമില്ല. ആകെ 1-2 പേര്, അതും എന്തൊക്കെയോ ആയിട്ട് നിൽക്കുന്ന അവരെയൊക്കെ നമുക്ക് പരിചയമുള്ളൂ. പിന്നെ കുറേ നാൾ അതിൻ്റെ പുറകെ നടന്നു. അരുൺ ഗോപി ഡയറക്ടർ, അരുൺ ചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ ആദ്യം പോയത്. അവിടെ നിന്നാണ് പരിചയങ്ങൾ. അതായത് സിനിമയ്ക്ക് പുറത്തുനിന്ന് എവിടെ നിന്ന് കയറി തുടങ്ങണം എന്നറിയാൻ പാടില്ലാത്ത സമയത്ത് പുള്ളിക്കാരനാണ് ആദ്യമായിട്ട് സിനിമയ്ക്കകത്തേക്ക് വിളിച്ചകത്തേക്ക് കയറ്റുന്നത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് പരിചയം. അങ്ങനെ ടോവി എല്ലാവരുമായിട്ടും ബന്ധമായി. അങ്ങനെ ബന്ധം വളർന്നു. ഇപ്പോൾ ഒരുവിധം എല്ലാവരെയും എനിക്ക് അറിയാം. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും അത്യാവശ്യം നല്ല ക്ലോസും ആണ്. ആക്ടേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിച്ചതുപോലെ വിവേകിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്താണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു അന്ന് ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നു ഓൾറെഡി പറഞ്ഞു, ഏതാ ബിസിനസ് ചെയ്ത സമയത്ത്. സിനിമയിലേക്ക് വന്നപ്പോൾ അതെനിക്ക് താന്നു, എന്നാൽ കയറി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വേവി മോഷനിൽ നിൽക്കുവാണ്. താഴ്ന്നു, പിന്നെ കേറിയില്ല, ഈ അടുത്താണ് കേറിയത്. അപ്പോൾ ഒന്ന് പറഞ്ഞു ആ സമയത്ത്, അപ്പം എങ്ങനെ വേണം നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവാൻ? എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ആവണം? ഒരു സ്ഥിര വരുമാനം എന്ന് പറയുന്നത് നമുക്ക് മന്ത്ലി ഇത്ര രൂപ എന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടെൻഷനൊന്നുമില്ല. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ഥിര വരുമാനം അല്ല. ഏതെങ്കിലും സ്ഥിരമായിട്ട് വർക്കുള്ളവർക്ക് അത് കുഴപ്പമില്ല, അല്ലാതെ നിൽക്കുന്നവർക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ഞാൻ ആ ഒരു സ്റ്റേജിലായിരുന്നു എൻ്റെ തുടക്ക സമയത്ത്. ഇപ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്ഥിരമായിട്ട് വർക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അതും ഇതിൻ്റെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം.
അല്ലാതെ നിൽക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് മാനേജ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ എങ്ങനെയൊക്കെയോ അത് മാനേജ് ചെയ്തു. ഇപ്പോഴും അത് സ്റ്റേബിൾ ആയിട്ടില്ല, പക്ഷേ നിലവിൽ എങ്ങനെയൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയിൽ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റർ ആയിക്കോട്ടെ, ആക്ടർ ആയിക്കോട്ടെ, കാസ്റ്റിംഗ് ഡയറക്ടർ. ഇതിൽ ഏറ്റവും കംഫർട്ടായിട്ട് ഓക്കെ എനിക്ക് പറ്റും, എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട്നെസ് ഉള്ള ഏതാണ്? ഈ 3 കാര്യങ്ങളിൽ ഏതായിട്ടാണ് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത്? ഈസി പരിപാടി അഭിനയിക്കാനാണ് ഏറ്റവും എളുപ്പമുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അത്ര കിടിലൻ ആക്ടറൊന്നുമല്ല, പക്ഷേ ഈ ചെയ്യുന്ന ക്യാരക്ടർ റോള് പണികളിൽ നിന്ന് പോകും. നമുക്ക് ഏറ്റവും എളുപ്പം അഭിനയിക്കാനാണ്. അത് കഴിഞ്ഞ് എനിക്ക് എഴുതാനും ഡയറക്റ്റ് ചെയ്യാനും തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അത് തന്നെയാണ് ഏറ്റവും അവസാനം വന്ന് നിൽക്കേണ്ടതെന്നും ആഗ്രഹമുള്ള. അപ്പോൾ എഴുതിയത് ഏതാ ഇപ്പോൾ കറൻലി? ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ മുന്നേ അനൗൺസ് ചെയ്ത സിനിമകൾ ഞാനും എൻ്റെ കോ റൈറ്ററും ഞങ്ങൾ രണ്ടുപേരുണ്ട് എഴുത്തുകാർ, കിരണും കൂടി ചേർന്നിട്ടാണ് ആ സിനിമ എഴുതിയതും. പിന്നീട് ഈ പറയുന്ന ആ സമയത്ത് ഒരുപാട് വെള്ളപ്പൊക്കം, പിന്നീട് ലാസ്റ്റ് വന്ന കൊറോണ വരെ നമ്മുടെ സിനിമേനെ ബാധിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തത് ചിദംബരത്തിൻ്റെ കൂടെ സോഫിയ പോൾ മാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തതാണ്. മഞ്ഞുമ്മൽ കഴിഞ്ഞിട്ട് ചിതു ചേരുന്ന സിനിമയാണ്. അതിങ്ങനെ മഞ്ഞുമ്മൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ഹിറ്റിലേക്ക് പോയതുകൊണ്ട് ഇത് അതിൻ്റെ തിരക്കിലേക്ക് ആയതുകൊണ്ട് അതിങ്ങനെ തൽക്കാലം ഇങ്ങനെ നിൽക്കുകയാണ്. വേറൊരു സിനിമ അരുൺ ഡൊമിനിക് ഡയറക്റ്റ് ചെയ്യുന്ന തരംഗത്തിൻ്റെ ഡയറക്ടർ, പുള്ളിയുടെ 3ാമത്തെ പടമായിട്ട് വരും. സെക്കൻഡ് പ്രോജക്റ്റ് ഞാനിപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ, ആ ഒരു സിനിമയും കൂടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഭയങ്കര എങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടാണോ ഇത് എഴുതുന്നത്, അതോ ഓക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഒരു പ്ലേസിൽ പോയിരുന്ന സ്ക്രിപ്റ്റ് എഴുതുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ്? നമുക്ക് തോന്നുമ്പോൾ എഴുതാറ്. നമ്മൾ എവിടെ സ്റ്റക്ക് ആവുന്നു അപ്പോൾ അവിടെ മടക്കി വെക്കാറാണ് പതിവ്. ഓക്കെ. ആ ടൈമിൽ എന്തായാലും ഫിനാൻഷ്യലായിട്ട് പുറത്തുനിന്നുള്ള പരിപാടിയൊന്നും കാണത്തില്ലല്ലോ. ഈ പറഞ്ഞ പോലെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. കാരണം അവിടെയാണ് ഞാൻ ഈ സമയത്ത് നമ്മൾ എഴുതാനിരിക്കുന്ന സമയത്ത് ചില സമയത്ത് അഭിനയിക്കാനുള്ള സിനിമകൾ വരും, കാസ്റ്റിങ്ങിൻ്റെ പരിപാടികൾ വരും, ചില സമയത്ത് ആഡൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ആ പൈസ വെച്ചിട്ട് ഈ എഴുതാനിരിക്കുന്നത്, ഈ പൈസക്ക് ഇവിടെയാണ് ചിലവായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെയാണത് ചിലവിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് തന്നെ മൂവിയാണ്. ആണ്. എനിക്കിനി ഒരു തിരിച്ചു പോക്കില്ല, എനിക്കിനി സിനിമയേ ഉള്ളൂ, വേറൊന്നും ഇനി ചെയ്യാനില്ല. ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലും നേടാനേ ഉള്ളൂ. ഇനി മറ്റൊരു മേഖലയിലേക്ക് എന്തായാലും ഇനി ഇല്ല, ഇവിടെ തന്നെ എന്തെങ്കിലും. അപ്പോൾ അന്ന് തുടക്കം വെച്ച ബിസിനസ് ചെയ്യാനൊന്നും ഇനി അങ്ങോട്ട് താല്പര്യമില്ല. ആഫ്റ്റർ മൂവി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, സെയിം ടൈം മൂവിയിൽ കുറേ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ബിസിനസ്സിലോട്ട് പോകാൻ താല്പര്യമുണ്ടോ? ബിസിനസ് എനിക്കറിയില്ല, അതെനിക്ക് വർക്കൗട്ട് ആവുന്ന ഒരു പരിപാടിയാണോ എന്തോ കണക്കുമായിട്ട് മൂവി തന്നെ പ്രൊഡ്യൂസ് ചെയ്തൂടെ? അതൊരു ബിസിനസ്, ഏറ്റവും നല്ലൊരു ബിസിനസ് ആണ് ഇന്ന്. ഉണ്ട്, അത് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. നമ്മളെല്ലായിടത്തും സേഫ്, ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും പഠിച്ചു, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കുറേയൊക്കെ അറിയാനുണ്ട്. നമ്മളിപ്പോഴും കാര്യം, ഞാൻ സിനിമയിലേക്ക് വന്നിട്ട് ഏകദേശം 10 വർഷത്തിനടുത്തായിട്ടുണ്ടാവുമായിരിക്കണം സിനിമയ്ക്കകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഒരു 50% ഇപ്പോഴും നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നിർമ്മിച്ചാൽ മാത്രം പോരാ, ഇത് വിതരണം ചെയ്യാനും അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകെ. സേഫായിട്ട് ഇതുകൊണ്ട് ലാൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എല്ലാം ഒന്ന് അരച്ച് കലക്കി കുടിച്ചിട്ട് അതിനകത്തേക്ക് ഉറപ്പായിട്ടും ഇറങ്ങും. ഫ്യൂച്ചറിൽ എന്നെ കാണാനല്ലേ? അതെ അതെ. എന്താണെങ്കിലും സിനിമയിലാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും. മൂവിയിൽ വന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 10 കൊല്ലം 10 അതിൽ മുകളിലോട്ട് പോയിട്ടുണ്ടോ? ഇല്ല, 10 വർഷമായിട്ടുണ്ടോ. ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. ഏറ്റവും അധികം ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഏതാണ്? നിഖില എൻ്റെ അടുത്ത സുഹൃത്ത്. ഞങ്ങൾ ഏകദേശം 8 വർഷത്തിന് മേലെ എനിക്ക് പരിചയമുണ്ട്. ഏറ്റവും അടുത്ത ഫ്രണ്ട് നിഖില വിമലാണ്. ലിയോണ അടുത്ത സുഹൃത്താണ്. ടോവി ഏറ്റവും അടുത്തറിയുന്ന ആളാണ്. എനിക്ക് എന്ത് കഥയുണ്ടെങ്കിലും എനിക്ക് അപ്പോൾ വിളിച്ചൊരു കോളിൽ ചെന്നിട്ട് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന സിനിമയ്ക്കകത്ത് അതെ ഒരുപാട് പേരുണ്ട്. പുള്ളിക്കാരൻ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിരക്കുള്ള ആളുമാണ്. പക്ഷേ നമ്മളൊരു ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ മര്യാദ കാണിക്കുന്ന ഒരാളാണ് തോമസ്. അപ്പോൾ ഈ വന്ന വഴികളിൽ ഏറ്റവും അധികം സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിട്ടുള്ളത് അതെപ്പോഴായിരുന്നു? ആദ്യത്തെ സമയത്ത് തന്നെയാണ്. ആദ്യത്തെ സമയം ഞാൻ AD ആയിട്ട് കയറി വർക്ക് ചെയ്തു.
അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എളുപ്പമാണല്ലോ, ബാക്ക് ടു ബാക്ക് അടുത്ത സിനിമ സിനിമകൾ അതെ ചെയ്യാലോ. എന്തായാലും നമ്മൾ ഇന്നായല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തം സിനിമ എന്നുള്ള കാര്യത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ്, അവിടെ മുതലാണ് സ്ട്രഗിള് എന്താണ് എന്നുള്ളത് അറിഞ്ഞത്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 4-5 കൊല്ലം ഇത് തന്നെയായിരുന്നു. എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും, ഈ എഴുത്തോടെ എഴുത്തായിരുന്നു. നമ്മൾ 2-3 പ്രൊജക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 ടൊവിനോ തന്നെ ചെയ്യാനിരുന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മളുടെ ചിലവുകളൊക്കെ നോക്കിയിരുന്നത് ടൊവിനോ തന്നെയാണ്. വീടിൻ്റെ വാടക കൊടുത്തുകൊണ്ടിരുന്നു, കറണ്ട് കാശ് കൊടുത്തുകൊണ്ടിരുന്നു, ആവശ്യമുള്ള സമയത്ത് പൈസ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഒരു 1-2 കൊല്ലം മുന്നേ വരെ പുള്ളി പൈസ ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് പൈസ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലൊരാവശ്യം വന്ന സമയത്ത് പുള്ളിക്കാരൻ എനിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നു. നീ കാശിന് വേണ്ടി സിനിമ എങ്ങനെയെങ്കിലും ചെയ്യാൻ നോക്കല്ലേ, നിനക്ക് കാശ് വേണമെങ്കിൽ ഞാൻ തരാം എന്നാ പിടിച്ചോന്നും പറഞ്ഞിട്ടും എനിക്കൊരു എമൗണ്ട്. എന്നാൽ ഈ പറഞ്ഞ ടോവി വന്നത് ഏറ്റവും വലിയ സ്ട്രഗ്ലിംഗ് പീരീഡിൽ കൂടാണ്. ആ പുള്ളിക്ക് അതറിയാം. അതുകൊണ്ട് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ വന്ന സ്ട്രഗ്ലിംഗ് പീരീഡിനെ പറ്റി പറഞ്ഞു. അതേപോലെ ഏറ്റവും സ്പെഷ്യലായ, ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻ്റ് ഏതാണ്? 10 വർഷത്തിനിടയ്ക്ക് ഏറ്റവും ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഞാൻ 21 ഗ്രാംസ് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും തോന്നുന്നു. ഞാൻ ചില സമയത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ഇനി ഞങ്ങൾ സ്റ്റക്കാവുമെന്ന്, ചിലപ്പോൾ നാളെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്താണ് എനിക്ക് 21 ഗ്രാംസ് അത് അതിൻ്റെ ചീഫ് അസോസിയേറ്റ് പാർത്തേട്ടൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. പുള്ളിയാണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും, സിനിമയൊക്കെ ഒന്ന് ബ്ലോക്കായി നിൽക്കുന്നു, ചിലതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി, നിലവിലിപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്ത സമയത്താണ് എനിക്ക് 21 ഗ്രാംസിൻ്റെ വിളി വരുന്നത്. അതും വേറൊരു ആക്ടർ ചെയ്യാതിരുന്ന ക്യാരക്ടറാണ്. ഷൂട്ട് തുടങ്ങാൻ ഒരാഴ്ച എന്തോ സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡയറക്ടർ ഒരു ഓഡീഷൻ പോലും ഇല്ലാതെ ഞാൻ ഈ റീലൊക്കെ ചെയ്തിട്ട് വരുന്ന ഇടയ്ക്ക് വെറുതെ തമാശയ്ക്ക്. അപ്പം പുള്ളിക്കാരൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പാർത്തനെങ്കിലും സജസ്റ്റ് ആ പുള്ളീനെ എനിക്കറിയാം, ഞാൻ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു, എനിക്കറിയാം, ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കയറിയത്. അതും കിട്ടിയതിൽ ഏറ്റവും നല്ല. അത് കഴിഞ്ഞ് ഞാൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതിന് മുന്നേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കിട്ടിയതിൽ എനിക്ക് കുറച്ച് നമ്മൾ ഒരു 100% ഹാവു എന്ന് തോന്നിയ അതായിരിക്കണം എനിക്ക് ഏറ്റവും നല്ല മൊമെൻറ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ 1 വീക്കേ ഉള്ളൂ മൂവി ഷൂട്ട് തുടങ്ങാൻ. ആ സമയം കൊണ്ട് എന്തൊക്കെ എന്താ പറയുക പ്രിപ്പറേഷൻസ് ആയിരുന്നു ചെയ്തിരുന്നത്? ഒന്നും ചെയ്തില്ല. എൻ്റെ അടുത്ത് ബിബിൻ അങ്ങനെ തന്നെ വന്നാൽ മതി, ഞാൻ ജയിച്ചോളാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഡയറക്ടർ ബിബിൻ. അങ്ങനെ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ ഒന്നും. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ക്ലൈമാക്സിൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി പരിപാടി ചിലപ്പോൾ അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പാളാനല്ല, എന്തെങ്കിലും ഈ സിനിമയ്ക്ക് സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നെനിക്ക് തോന്നിയായിരുന്നു. നല്ല രീതിയിൽ എന്നിട്ട് അവസാനം വരെ നമ്മൾ സസ്പെൻസോട് ഇന്നാളെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണല്ലോ. അതെ, ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് പോയത്. എന്നിട്ട് ബിബിൻ എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ചെയ്തത്. എനിക്ക് ഞാൻ അഭിനയിക്കാൻ വലിയ ടെൻഷനൊന്നുമില്ല, ഈസി പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ അങ്ങനെ എഴുതാൻ കുറച്ച് പാടാ. അതെ, ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് സ്റ്റക്കായി ചിലപ്പോൾ ഒരു കുറേ നാൾ ഇത് എങ്ങോട്ടും നീങ്ങാതെ അനങ്ങാതെ നിൽക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എഴുതിയൊന്നും സിനിമകളായിട്ട് പുറത്ത് വന്നിട്ടില്ല, വരും. പക്ഷെ എഴുതുന്ന സമയത്ത് അതേപോലുള്ള കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് പെട്ടെന്ന് പോയി 21 ഗ്രാംസ് അഭിനയിച്ചല്ലേ? അതെ. അപ്പോൾ ആ സെറ്റിൽ ഇപ്പം എത്ര ദിവസം ഉണ്ടായിരുന്നു അവിടെ ഷൂട്ട്? എനിക്ക് തോന്നുന്നൊരു 35 ഡേയ്സ് ഉണ്ടായിരുന്നു. ഈ 35 ഡേയ്സിനിടയ്ക്ക് അവിടെ ഉണ്ടായോ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, പെട്ടെന്ന് നിന്ന് അഭിനയിച്ച മൂവി, അവിടെ ഉണ്ടായ എന്തൊക്കെയായിരുന്നു ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്? ഓരോ സെറ്റ് ചിലപ്പോൾ നമുക്ക് ഓരോന്നും പഠിക്കാൻ കിട്ടും ഡെഫിനറ്റ്ലി. സോ എന്തായിരുന്നു? ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെ എനിക്ക് അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമ ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ 21 ഗ്രാംസിൻ്റെ പ്രത്യേകിച്ച് ഞാൻ ആ സിനിമയുടെ തുടക്കം മുതൽ റിലീസാവുന്നവരെ ആ സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രീ തൊട്ട് പോസ്റ്റർ ഉണ്ടായിരുന്നു. നമ്മൾ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന, അതായത് അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പോലെ തന്നെ ഞാൻ ആ സിനിമയുടെ പുറകെ ഉണ്ടായിരുന്നു 21 ഗ്രാംസിൻ്റെ കൂടെ. പിന്നിൽ നിന്നാൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ, അതായത് ഓൺ സ്ക്രീനിലേക്ക് വന്നപ്പം എന്തായിരുന്നു ഉണ്ടായ ഡിഫറൻസ്? ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോകും. ഇനി വേറൊരാൾ ഇതിനെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ ഇനി നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ. സിനിമ ഇറങ്ങി നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വരുമെന്ന് തോന്നിയായിരുന്നു.
അങ്ങനെ തന്നെയാണ് അത് സംഭവിച്ചത്. ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ക്രൂഷ്യൽ മൊമെന്റ്, അതായത് പോലീസ് പിടിച്ചോണ്ട് പോകുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ, ആ ഒരു ടൈമിലൊക്കെ ഇപ്പം അനൂപ് ചേട്ടനായിക്കോട്ടെ, ചേട്ടനൊക്കെ കൂടെ അഭിനയിച്ചപ്പം എങ്ങനെയാണെന്ന് തോന്നിയത്? അനൂപേട്ടൻ, ഞാൻ പുള്ളിനെ ആ പടത്തിലാണ് പരിചയപ്പെടുന്നത്, ആദ്യമായിട്ട് കാണുന്നത്. ഫസ്റ്റ് സീൻ തന്നെ ഞാൻ ആ സ്റ്റെപ്പിലിരുന്നിട്ട് അകത്തേക്ക് പോയി ലിയോണ പസിൽസ് റെഡിയാക്കുന്ന ആ സീനാണ് ആദ്യം എടുത്തത്. അപ്പം എനിക്ക് അറിയില്ല പുള്ളി എങ്ങനെ കൗണ്ടർ തരുന്നത്, പുള്ളി പറയുന്നതിന് ഞാനെങ്ങനെ തിരിച്ച് കൗണ്ടർ കൊടുക്കുന്നത്. എനിക്കൊരു അനുവേട്ടം വന്ന ഉടനെ ഓക്കെ റെഡി ടേക്ക് എന്ന് പറഞ്ഞ് എടുത്തോളാൻ, റിഹേഴ്സലൊന്നും ഉണ്ടായില്ല. അപ്പം എനിക്കൊരു ഐഡിയ ഇല്ല ഇനി ഈ ക്യാരക്ടർ എന്താ, പുള്ളി എങ്ങനെ പെരുമാറുന്നത്, എന്താ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ്, എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ പുള്ളി വന്നിട്ട് റെഡി ടേക്ക് എന്നും പറഞ്ഞു. ഞാൻ പിന്നെ ആ ഓളത്തിനങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ടേക്കിൽ തന്നെ പരിപാടി ഓക്കെ ആയി എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് പറഞ്ഞാടാ ഇങ്ങനല്ല, ഞാൻ ഇത് പറയുമ്പോൾ നീ ഇങ്ങനെ വേണോ എനിക്ക് മറുപടി തരാമെന്ന് പറഞ്ഞു. സജഷൻസ് അവിടെ തുടങ്ങി എനിക്ക് നമ്മളുടെ ഒരു മീറ്റർ കിട്ടി, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ സീൻസും ഓക്കെ ആയിരുന്നു, എനിക്ക് ആ ഒരു വൈബ് കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ബിസിനസ് നേരത്തെ ഉണ്ടായിരുന്നു, അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി സിനിമ മതി, നമുക്ക് എല്ലാ രീതിയിലും സിനിമ മതി എന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുമ്പോൾ അതിൽ നിന്ന് സേവിങ്സ് കിട്ടിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ ചെയ്യുന്നത്, എഴുതാനിരിക്കുന്നത് എന്നെല്ലാം വിവേക് പറഞ്ഞല്ലോ. അപ്പം വിവേകിന് സേവിങ്സ് ഇപ്പോൾ എത്രത്തോളം ആയി? ഒന്നുമില്ല. അത് അത്ര വലിയ എമൗണ്ട് വാങ്ങിക്കുന്ന ആളും അല്ലല്ലോ. കിട്ടുന്ന പരിപാടികൾ ഇപ്പം നിലവിൽ ഒരുപാട് സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. പേയ്മെൻറ്റ് എന്ത് വരുന്നോ കൂടുതൽ കിട്ടിയാൽ അതൊരു ബോണസ് എന്നുള്ളതേ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ സേവിങ്സ് ഒന്നുമില്ല നമ്മൾ ഈ കിട്ടുന്നത്. പക്ഷെ നമ്മളെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർക്ക് സേവിങ്സ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? അതെ അതെ, അതിനകത്തേക്ക് ഒരു 2-3 സ്റ്റെപ്പും കൂടി കയറാനുണ്ട് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഹ്യൂജ് എമൗണ്ട് ഒക്കെ എത്താനുള്ളതിലേക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല, ഈ ഇപ്പോൾ പറഞ്ഞ പോലെ ചെറിയ ക്യാരക്ടർ റോള് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ഫിനാൻഷ്യലായിട്ട് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, സിനിമയിലാണ്, സിനിമയിൽ നിന്നൊന്നും കിട്ടത്തില്ല, ഫിനാൻഷ്യലി സെറ്റ് ആവത്തില്ല എന്നാണ് പൊതുവേ എല്ലാവരും പറയുന്നത്. അതുമായിട്ട് വിവേക് യോജിക്കുന്നുണ്ടോ? സത്യം, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആ ലെവലിൽ നിൽക്കുന്നവർക്ക് അവരുടെ ചോദിക്കുന്ന പൈസ വരുന്നതല്ലാതെ നമ്മുടെ ഇതിലേക്ക് നമ്മൾ ചോദിച്ച് വേണം 5000 രൂപയെങ്കിൽ 5000 രൂപ വാങ്ങിച്ചെടുക്കാൻ. അപ്പോൾ അത് ഉള്ള കാര്യമാണ്. എല്ലാവർക്കും ആ പറയുന്ന എമൗണ്ട് കൃത്യമായിട്ട് കിട്ടണമെന്നുമില്ല, കൃത്യമായിട്ട് കിട്ടാറുമില്ല. ചിലർ കൃത്യമായിട്ട് തരുന്നവരുണ്ട്, ചോദിച്ചാലും തരാത്തവരുണ്ട്. ഈ ഒരു സീൻ 2 സീൻ ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ തന്നെ പ്രശ്നം. ഇവർ ഈ ചോദിച്ച് ഇവരെ ആ ദിവസത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇവർ ചിലപ്പോൾ കടം വാങ്ങിയിട്ടുണ്ടാവും. ഈ പൈസ വരുമ്പോൾ ആ കടം കൊടുത്ത് തീർക്കാനേ എല്ലാവർക്കും തികയുള്ളൂ. ഇപ്പം നിലവിലത്തെ എൻ്റെ അവസ്ഥ വെച്ചിട്ട് എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ കാറിൻ്റെ EMI, കറണ്ട് ബില്ല്, നല്ല കറണ്ട് ബില്ലായിരുന്നു വീട്ടിൽ. വീട്ടിൽ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് സ്മൂത്തായിട്ട് നടന്നു പോകും. പെട്രോൾ അടിക്കണം, അതൊക്കെ ഈസി ആയിട്ട് പോകുമെന്നല്ലാതെ ഒരു എമൗണ്ട് അങ്ങ് മാറ്റി വെക്കുക എന്ന് പറയുന്നത് നിലവിൽ നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ഈ സേവിങ്സ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും പ്ലാനിങ് അങ്ങനെ ഉണ്ടോ? പ്ലാൻ ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട്. ഒരു 3-4 മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് അത് പോവില്ല, നമ്മളത് പൊട്ടിക്കേണ്ടി വരും. ആ സേവിങ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ ട്രൈ ചെയ്തത്? ഐ മീൻ എന്തെങ്കിലും ഒക്കെ എനിക്ക് ഈ സേവിങ്സ് വെച്ചിട്ട് ഞാൻ ഇന്ന കാര്യം ചെയ്യാം അങ്ങനെയുള്ള ലക്ഷ്യത്തിലായിരുന്നോ? അതോ കാറിൻ്റെ ഒക്കെ ഇൻഷുറൻസ് അടയ്ക്കാൻ നമ്മൾ വലിയ എമൗണ്ട് ആണല്ലോ ഒരു വർഷത്തേക്ക് ചിലപ്പോൾ കയറി വരുന്നത്, അല്ലെങ്കിൽ ടയർ മാറ്റുക, ഈ 4 ഒരുമിച്ച് മാറണമല്ലോ. ഇതേ സമയത്ത് തന്നെ എനിക്ക് ഈ EMI ഏതെങ്കിലും ഒരു മാസം EMI വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആ മാസം തീർന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട് RDO അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഇല്ലേ, RD എന്നാണോ അതിന് പറയുന്നത്, ഓർമ്മയില്ല. അങ്ങനെ എന്തോ ആണ്. ആ പരിപാടിയിലേക്ക് ഒരു എമൗണ്ട് കൃത്യമായിട്ട് എല്ലാ മാസവും മാറുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് അവരത് മാറ്റി വിത്ത് ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്നു. അത് ഈ പറയുന്നൊരു 4-5 മാസം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ വർക്ക് ഇല്ലാതെയോ അല്ലെങ്കിൽ കുറഞ്ഞോ ഇരിക്കുന്നൊരു മൊമെൻറ്റിൽ അത് പൊട്ടിക്കേണ്ടി വരും. ഞാൻ എന്നൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ അതൊരു ഇത്ര സമയത്തിനപ്പുറത്തേക്ക് അത് പോവാതെ അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ പൊട്ടിക്കാതെ മുന്നോട്ട് വെക്കാൻ പ്ലാനിങ് ഉണ്ടോ? ഉണ്ട്. നേരത്തേക്കാളും കുറച്ചും കൂടി ഓക്കെയാണ് ഇപ്പോൾ ഫിനാൻഷ്യലി. അതെ, ഞാൻ ഓരോ
മാസങ്ങളും അല്ലെങ്കിൽ ഓരോ വർഷവും കടന്നു പോകുമ്പോൾ അത് കുറച്ച് സ്റ്റേബിളായിട്ടാണ് പതിയെ വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ. ഇനി വരും നാളുകളിലും അതങ്ങനെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിലവിൽ ഭയങ്കര സ്റ്റേബിളായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം വേറെ എന്തെങ്കിലും സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ? അതുമില്ല. ഫിലിം തന്നെയാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം. ബിസിനസ് ഒന്നുമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിലവിലൊന്നുമില്ല. പ്ലാനുകളുണ്ട്. ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും കിട്ടുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കണം, ഏത് രീതിയിലാണെങ്കിലും. എന്നാലും അപ്പോൾ നമുക്ക് അത് ഈ പ്ലാൻ തോന്നണമെങ്കിൽ എങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും പ്ലാൻ? അതങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തില്ല. ഇപ്പോൾ ചെറിയ പൈസകൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് പൈസയായിട്ട് തന്നെ സൂക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക, വിത്ത് ഇൻട്രസ്റ്റ് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അത് നീക്കി വെക്കുക എന്നുള്ളതാണ് നിലവിലത്തെ ആദ്യത്തെ പ്ലാൻ. ബാക്കി നമുക്ക് എന്ത് വരുന്നു, എത്ര വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കുമല്ലോ. നിലവിലിപ്പോൾ കിട്ടുന്ന പൈസ കുറച്ചങ്ങ് മാറ്റി വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി സേഫാക്കി ഇടുക, എടുക്കാതെ. അതാണ് നിലവിലത്തെ പ്ലാൻ. ഓക്കെ. അപ്പോൾ ഈ വന്ന വഴികളിൽ ഈ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുള്ളായ മൊമെൻറ്റ്സ് പറഞ്ഞു, എക്സ്പീരിയൻസ് പറഞ്ഞു, അതിൽ സ്ട്രഗ്ലിങ്സിനെ പറ്റി പറഞ്ഞു അല്ലേ? കഷ്ടപ്പെട്ട കൂടുതൽ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു എനിക്ക്. ഇപ്പോഴുണ്ടോ അങ്ങനെ സ്ട്രഗ്ലിംഗ് പീരീഡ്? ഇപ്പം അങ്ങനെ സ്ട്രഗിളൊന്നുമില്ല. ജോലിക്കൊരു കുറവുമില്ല, ഇഷ്ടംപോലെ ജോലിയുണ്ട്. അത് എഴുതാനാണെങ്കിൽ അങ്ങനെ, അഭിനയിക്കാനാണെങ്കിൽ അങ്ങനെ, കാസ്റ്റിങ്ങിനാണെങ്കിൽ അങ്ങനെ. ഈ ജോലിക്ക് അനുസരിച്ചുള്ള പൈസ കൃത്യമായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്നുള്ളൂ. അത് എല്ലാവരും അങ്ങനെയല്ല. ചില പ്രൊഡക്ഷൻസ് കൃത്യമായിട്ട് നമുക്ക് ചോദിക്കാതെ തന്നെ പൈസ തരുന്ന ആൾക്കാരുണ്ട്. ചോദിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈസ തരാത്ത ആൾക്കാരുണ്ട്. തരില്ല എന്നവർ തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിട്ട് തരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു പരിധി വിട്ട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ നമുക്ക് അഭിമാനം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതുകൊണ്ട് ചോദിക്കാറില്ല. അങ്ങനെ വിട്ട പൈസകളും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഒരു സിനിമ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഒത്തിരി വ്യൂവേഴ്സ് കാണുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്. അപ്പം സിനിമ മോഹിച്ച് നടക്കുന്ന ഒത്തിരി ആൾക്കാർ പുറത്തുണ്ട്. അവരോട് ഈ പറയാൻ എന്താണ് വിവേകിൻ്റെ പോയിന്റിൽ വിവേകിന് പറയാനുള്ളത്? ഇപ്പം ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഇപ്പം അല്ലാതെ പാഷനേറ്റഡ് ആയിക്കോട്ടെ, എല്ലാവരും പാഷനേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ പല ആൾക്കാർക്കും സിനിമ ചെയ്യണം, സിനിമയിലോട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളവരാണ്. സോ അവരോട് എന്താണ് വിവേകിന് പറയാനുള്ളത്? പ്രത്യേകിച്ച് സ്ട്രഗ്ലിംഗ് പീരീഡും കൂടെ ചേർത്ത് പറയൂ. അവരോട് എന്താ പറയേണ്ടതെന്ന് സത്യത്തിൽ എനിക്കും അറിയില്ല. കാരണം ഞാനിപ്പോൾ പതിയെ കയറി 2-3 സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. ഏകദേശം നിങ്ങളുടെ കൂടെ തന്നെ ഞാനും. അങ്ങോട്ട് എത്തിയാൽ മാത്രമേ പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഉള്ളൂ. ഞാനും ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സിനിമകൾ ചെയ്തു എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പ്രത്യേകിച്ചൊന്നും. പക്ഷേ ഈ സ്ട്രഗിൾ ചെയ്ത സമയത്ത് എന്തായിരുന്നു ഒരു ബലം? വീട്ടുകാർ തന്നെയാണ് ബലം. ഞാൻ ചെറുപ്പം മുതൽ ഈ പറയുന്ന 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽ അന്ന് പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പറിലാണല്ലോ ഇതിൻ്റെ ആഡ് വരുന്നത്. ഞാൻ അതിനകത്തേക്ക് ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അച്ഛൻ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അച്ഛനൊരു കലാകാരനാണ്, പാട്ടുപാടും, നാടകം ചെയ്യും, അഭിനയിക്കും, എല്ലാം. ഈ കലയിലോട്ട് ഇങ്ങനെ ആയിരിക്കാം. അച്ഛൻ ഇഷ്ടംപോലെ നാടകം ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതൽ അഭിനയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഒരു +2 പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അത്യാവശ്യം ഒരുപാടല്ലെങ്കിലും അത്യാവശ്യം പറഞ്ഞു കേൾക്കുന്ന പുസ്തകങ്ങൾ. അതെല്ലാം തന്നെ വേറൊരാൾ ഈ പുസ്തകം കൊള്ളാമെന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് പോകണം എന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്. വീട്ടുകാർക്ക് അത് അറിയുകയും ചെയ്യാം. അവർ ഈ സമയം വരെ, എനിക്കിപ്പോൾ ഇത്രയും പ്രായമായി, ഈ സമയം വരെ ഞാൻ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്തും വല്ല പണിക്കുമ്പോൾ കൂടെ എന്നല്ല അവർ ചോദിച്ചത്. നീ അത് ഇങ്ങനെ ചെയ്തു നോക്ക്, അങ്ങനെ ചെയ്തു നോക്ക് എന്നുള്ളതാണ് അവർ പറയുന്നത് ഇന്നലെ വരെ. അപ്പോൾ അവർ നമ്മളുടെ കൂടെ, അവർക്കും സിനിമയിൽ എന്തെങ്കിലും ആയി കാണണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ അഭിനയിക്കുന്നതൊക്കെ ഇഷ്ടമാണ് അവർക്ക്. ഞാൻ അഭിനയിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. വൈഫോ? എല്ലാവർക്കും. വൈഫിനും അവരാരും ഇതുവരെ എൻ്റെ അടുത്തൊരു പരാതിയും പറഞ്ഞിട്ടില്ല. നമ്മൾ കയ്യിലൊരു രൂപ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് അവരാരെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് എന്നാൽ പിന്നെ വല്ല ജോലിക്കും പോയിക്കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി അടുത്തത് വരുമായിരിക്കും, ഇനി വരട്ടെ, വരുന്ന സമയത്ത് നോക്കാം, ഇപ്പം എത്ര നാളെടുത്താലും ആ രീതിയിൽ തന്നെയാണ് വൈഫായാലും വീട്ടുകാരായാലും എല്ലാവരും പറയുന്നത്. ഇതിൽ തന്നെ സക്സസ് ആവും എന്നുള്ളത് തന്നെയാണ് അവരുടെ വിശ്വാസം. എൻ്റെയും അങ്ങനെ തന്നെയാണ്. ഇതുവരെ വേറൊരു രീതിയിൽ അവരെന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇത്ര നാളായിട്ട്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ന്യൂ കമ്മിങ് അപ്ഡേറ്റ്സ് വിവേകിൻ്റെ? അഭിനയിച്ച കുറച്ച് സിനിമകൾ ഇറങ്ങാനുണ്ട്. ചെറുതും വലുതുമായിട്ട് അഭിനയിച്ച സിനിമകൾ കുറച്ച്. ത്രയം ഞാനിതുപോലെ
അതിനകത്ത് സണ്ണി വെയിൻ, ധ്യാൻ ശ്രീനിവാസൻ, ചന്തുനാഥ്, അങ്ങനെ ഞങ്ങൾ ഈ 21 ഗ്രാംസ് കഴിഞ്ഞ ഉടനെ ഷൂട്ട് ചെയ്ത സിനിമ. അത് ഇറങ്ങാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഈ വർഷം ഇറങ്ങുമായിരിക്കും. അതിൽ ഒരു മെയിൻ ക്യാരക്ടറാണ്, ഈക്വൽ റോളാണ് അതിനകത്ത് എല്ലാവർക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടർക്കിഷ് തർക്കം എന്ന് പറയുന്നൊരു മൂവിയുണ്ട്, അത് ചെയ്തായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് നിവിൻ പോളിയുടെ ഫാർമ എന്ന് പറയുന്ന ഹോട്ട്സ്റ്റാറിൻ്റെ സീരീസ്. ഞാൻ അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്നു. അതിൻ്റെ ഡയറക്ടറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അരുൺ PR. അതിൽ നിവിൻ പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനായിട്ട് ഉള്ളൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അഭിനയ മേഖലയിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അല്ലാതെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, അതിലൊക്കെ ഇനി എന്താ ന്യൂ അപ്ഡേറ്റ്സ്? കാസ്റ്റിംഗ് ഇപ്പോൾ വേഫെയറിൻ്റെ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അരുൺ ഡൊമിനിക്കാണ് ഡയറക്ടർ. തരംഗം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ് ഈ പറയുന്ന അരുൺ PR, അരുൺ ഡൊമിനിക്കിൻ്റെ കൂടെയാണ് എല്ലാ ദിവസവും ഞാനുള്ളതും. അപ്പോൾ ഞാൻ എഴുതുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതും അരുൺ ഡൊമിനിക്കാണ്. നമ്മൾ എല്ലാവരും ഒരേ സർക്കിളാണ്. ഡൊമിനിക്കിൻ്റെ സിനിമയാണ് ഇപ്പം ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ, ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹൗസ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്. മുന്നോട്ട് പോകുന്ന വഴികളിലായിക്കോട്ടെ ഒരുപാട് സ്ട്രഗിൾസ് കാണും. ഫിനാൻഷ്യലി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, സ്റ്റെബിലിറ്റിയിലോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും എന്നൊക്കെയാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട് സിനിമ ആയതുകൊണ്ടല്ലേ. അപ്പം മുന്നോട്ട് വേറെ ബിസിനസ് ഒന്നും ചെയ്യാൻ താല്പര്യമൊന്നുമില്ല? താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കണക്കുമായി അങ്ങനെ അത്ര നല്ല ബന്ധം അല്ലാത്തത് കൊണ്ട് സിനിമയിൽ തന്നെ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും. എനിക്ക് ഏതെങ്കിലും കാലത്ത് സാമ്പത്തികപരമായി ഞാൻ നല്ല രീതിയിലായാൽ സിനിമയിൽ തന്നെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടാവുക. മറ്റ് ബിസിനസ് മേഖലകൾ, വൈഫിന് ബിസിനസ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. വൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ എങ്ങാണ്ടാ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഇൻഷുറൻസിനെ പറ്റി പറയാനുള്ളത്? വിവേകിന് എന്തെങ്കിലും ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ഇത് കൃത്യമായിട്ട് അടയ്ക്കാതെ മുടങ്ങിപ്പോയി. നേരത്തെ പറഞ്ഞ പോലുള്ള എങ്ങനെയാണ് ഈ ഇൻഷുറൻസ് ശരിക്കും നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, വീട്ടിലായാലും നമുക്ക് അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ സുഖമില്ലാതെ വന്നിരുന്ന സമയത്ത് ഇൻഷുറൻസ് തന്നെയാണ് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ പോലും ആ സമയത്ത് പൈസ കൊടുക്കാൻ ഇല്ലാതിരുന്ന സമയമായിരുന്നു. ഇൻഷുറൻസ് ഉള്ളത് നല്ലത് തന്നെയാണ്, എല്ലാവരും എടുത്തിരിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പൊതുവേ അപ്പം ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഉൾപ്പെടെ എല്ലാം നല്ലതാണെന്നാണ് വിവേകിൻ്റെ അഭിപ്രായം. അതെ, വിവേക് അതുപോലെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അടയ്ക്കാതിരുന്നുകൊണ്ട് സ്ട്രഗ്ലിംഗ് പീരീഡിൻ്റെ സമയത്ത് പറഞ്ഞാൽ ഇപ്പം സിനിമയിലുള്ള എല്ലാവരും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ട്രേഡിങ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും വിവേകിന് ഉണ്ടോ? ട്രേഡിങ് അങ്ങനെ എന്തെങ്കിലും? ട്രേഡിങ് എനിക്ക് അറിയാൻ പാടില്ലാത്ത, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണക്കുമായി ബന്ധപ്പെട്ട ഒരു വഴിയായതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടാത്തൊരു സാധനമാണ്. നമ്മൾ എൻ്റെ സുഹൃത്ത് പ്രശോഭ് വിജയൻ, അന്വേഷണത്തിൻ്റെയൊക്കെ ഡയറക്ടർ, പ്രശോഭ് ഇരുന്ന് സ്ഥിരം ഇരുന്ന് ചെയ്യുന്നത് കാണാം ട്രേഡിങ്. എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. പുള്ളി രാവിലെ എണീറ്റിട്ട് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കാണാം. ഗ്രാഫ് മാത്രം ഇങ്ങനെ അങ്ങനെ എന്തോ ഫോണിലും ഇരുന്ന് മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് ചെയ്യുന്നത് കാണാറുണ്ട്. ഇപ്പം ചെയ്യാറുണ്ടോന്ന് അറിയില്ല. സ്ഥിരമായിട്ട് ഒരു സമയത്ത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ വേറെ 1-2 ഫ്രണ്ട്സും ഉണ്ട്. അവരും അവരുടെ ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങളിലൊന്ന് അതായിരിക്കും, മറ്റേത് ഇത്ര പോയി, അവിടെ നിന്ന് ഇത്ര ഇത് കയറി. എനിക്കത് അറിഞ്ഞിട്ടൊരു കാര്യമില്ല, എന്നാലും വെറുതെ എന്നുകൊണ്ട് വേറെ ആത്മകഥം പോലെ അവരത് പറയും. അപ്പോൾ അങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ട്രൈ ചെയ്യാൻ താല്പര്യമാണ്. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് താല്പര്യം, എന്തോ അതിനുവേണ്ടി കളയാനൊരു സമയം മെനക്കെടാൻ മടിയായതുകൊണ്ട് ചെയ്യാത്തതായിരിക്കും എനിക്ക് തോന്നണേ. ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും. ഞാൻ ഇതുവരെ അതിൻ്റെ സ്ക്രീനിലേക്ക് പോലും, മോണിറ്ററിലേക്ക് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എന്താ ഇതിൻ്റെ ഒരു പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതിൻ്റെ 1% പോലും കാര്യങ്ങൾ എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു ഘട്ടത്തിൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കി രസമുള്ളൊരു പരിപാടിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. വിവേക് പറഞ്ഞാൽ വിവേക് ആക്ടറിൻ്റെ ഭാഗങ്ങൾ കുറേ പറഞ്ഞു, റൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഇതേപോലെ എഴുതാൻ ടൈമുള്ളപ്പോൾ ഞാൻ എഴുതും, പിന്നെ സ്റ്റക്കാവുന്ന സമയത്ത് പറഞ്ഞു. ഒരു കാര്യം കൂടെ, കാസ്റ്റിംഗ് ഡയറക്ടറാണ്. പൊതുവെ നമ്മൾ ഈ പറയുന്ന പോലെ പറയും, നമ്മൾ ഓഡീഷൻസിന് വേണ്ടി അയച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചില്ല, ഞങ്ങളെ കിട്ടിയില്ല, കണ്ടില്ല എന്ന് ഒത്തിരി പേര് പരാതി പറയാറുണ്ട്. അപ്പം ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ അഭിപ്രായം എന്താ? അവരോട് എന്താ കാസ്റ്റിംഗ് ഡയറക്ടറിന് പറയാനുള്ളത്? സ്ഥിരം വരുന്ന പരാതിയാണ്. ഞങ്ങളെല്ലാവരും എല്ലാ ഓഡീഷൻസിനും എല്ലാ കാസ്റ്റിംഗ് കോണിനും മെയിൽ അയക്കാറുണ്ട്. പക്ഷേ
റെസ്പോൺസ് ഒന്നും ഉണ്ടാവാറില്ല. നമ്മൾ കാസ്റ്റിംഗ് കോൾ വെക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മളുടെ തിരക്കഥ നമുക്കറിയാം ഓരോ ക്യാരക്ടർ എങ്ങനെയാണ്, അവരെങ്ങനെ പെരുമാറുന്നത്, അവരുടെ ബോഡി ലാംഗ്വേജ് എന്താ, അവരെങ്ങനെ സംസാരിക്കുന്നത്, ഏത് രീതിയിൽ അവർ പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പ്രൊഫൈലിന് കൃത്യമായി മാച്ച് ആവുന്നവരെയാണ് നമ്മളിപ്പോൾ കാസ്റ്റിംഗ് കോൾ ഇട്ട് കഴിഞ്ഞാൽ 10, 4000, 5000 മെയിൽ വരുമായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഈ വരുന്ന 20, 25 പേര് വരുന്ന ഈ ക്യാരക്ടേഴ്സിൽ നിന്നുള്ള ഈ പ്രൊഫൈലിന് മാച്ച് ആവുന്ന ആളുകളെ അതിൽ നിന്ന് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ ഈ വരുന്ന കാസ്റ്റിംഗ് കോളുകളിൽ നിന്ന് നമ്മളുടെ ഈ ക്യാരക്ടറുമായി ഏറെക്കുറെ സാമ്യം തോന്നുന്ന ചില പ്രൊഫൈലുകൾ നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്യും. അതിൽ കുറച്ച് പേരെ നമ്മൾ സോർട്ട് ചെയ്യും, അവരെ നമ്മൾ ഓഡീഷന് വിളിപ്പിക്കും. ഈ സെയിം ക്യാരക്ടർ അവരെ കൊണ്ട് നമ്മൾ ഇവർ എവിടെ വരെ ഇവർ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഇവരുടെ കാലിബർ എന്താണ്, ഇവർ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് നമ്മളൊന്ന് റൗണ്ട് ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ ക്യാരക്ടറുമായി മാച്ചായിട്ടുള്ള ഈ പ്രൊഫൈലിന് ഇയാൾ ഓക്കെ ആണോ, ഈ സെയിം സാധനം നമ്മൾ ചെയ്യിപ്പിച്ച് നോക്കും. ചിലപ്പോൾ ഓഡീഷനിൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം അവർക്ക് ഈ തിരക്കഥ അറിയില്ല, ഈ ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല, അയാൾ എന്താണ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള അറിയാത്തതുകൊണ്ട് മിക്കവർക്കും സംഭവിക്കുന്നതാണ്. ഓഡീഷൻ വിളിപ്പിക്കുമ്പോൾ ഇവർക്ക് ഒരു ധാരണ ഉണ്ടാവില്ല. ശരിക്കും അത് ഫ്ലോപ്പാണ് ആ പരിപാടി. വരുന്ന അഭിനയിക്കാൻ വരുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവർ ബ്ലാങ്കാ, ഇവരെന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടിയിട്ട് പോവാറാണ്. അവരുടെ കുഴപ്പമല്ല അത്, നമ്മൾ ചെയ്യിക്കുന്ന ആളും കൂടി അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു ഇയാൾക്ക് അതിനെപ്പറ്റി ധാരണയില്ല എന്നുള്ളൊരു ബോധമുള്ളവരാണെങ്കിൽ ഈ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ ഒന്നും കൂടി ചെയ്യിപ്പിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ ആളാണോ എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ നിന്നും പിന്നെ അതിലേറ്റവും ബെറ്ററായൊരു പെർഫോം ചെയ്യുന്ന ഒരാളെ എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ 4, 5, 6, 7, 10, 15 കാസ്റ്റിംഗ് കോളിലേക്ക് നമ്മൾ മെയിൽ അയച്ചിട്ട് നമ്മളെ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം. അതാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക അതിൻ്റെ പിന്നിലുള്ള. അതെ, ആരും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന എനിക്ക് പരിചയമുള്ള എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് സുഹൃത്തുക്കളായാലും വരുന്ന എല്ലാ മെയിലും നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റോളം നമുക്കൊരു മെയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം 4-5 മിനിറ്റോളം വരുമായിരിക്കും. ഇവരുടെ പെർഫോമൻസ് വീഡിയോ ഉണ്ടെങ്കിൽ അത്, ഫോട്ടോസ്, മറ്റെന്തെങ്കിലും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തൊക്കെ ചെയ്യും. ഇപ്പോൾ ഹോഴ്സ് റൈഡിങ് അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മളത് പ്രത്യേകം നോട്ട് ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കും ഇത് ഒരു പ്രൊഫൈൽ, ഒരു മെയിൽ നോക്കി വരാനായിട്ട്. അങ്ങനെ 4000, 5000 മെയിലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓരോന്നും തുറന്ന് ഓരോന്നും ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിസ്സാര പണിയല്ല. പിന്നെ ഇവരെല്ലാവരും ഇപ്പോൾ അത്യാവശ്യം എൻ്റെ മനസ്സിൽ അത്യാവശ്യം കൊള്ളാവുന്ന, ഇപ്പോൾ വേറൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഓഡിഷൻ നടത്തിയ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് ആ ഓഡിഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തല്ലോ എന്ന് അവർക്കും തോന്നലുണ്ടായിരിക്കും, നമുക്കും മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ട് എന്നെ പിന്നീട് വിളിച്ചില്ല എന്നുള്ള തോന്നലിലൊക്കെ പോകുന്നവരുണ്ട്. അതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കാം, നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, ആക്ടർ ആയിരിക്കാം, പക്ഷേ നമ്മളുടെ ഈ തിരക്കഥയുമായി ബന്ധപ്പെട്ട് ഈ ക്യാരക്ടേഴ്സുമായിട്ട് അവർക്ക് നമ്മൾക്കിതായിട്ട് മാച്ച് ആയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരെ വിളിക്കാത്തത്. അങ്ങനെ ഞാൻ ചെയ്ത ഓഡിഷനുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ നമ്മളുടെ ഓർമ്മയിലുണ്ടാവും, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ ഇവർ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അതെ, എന്നിട്ട് ഞാൻ രണ്ടാമത് വേറൊരു സിനിമ ചെയ്തപ്പോൾ അതിനകത്തേക്ക് എടുത്തവരുണ്ട്. ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ മാൻഷി ഫസ്റ്റ് ഹാഫിൽ വരുന്ന മറ്റേ മർഡർ ചെയ്യുന്ന പെൺകുട്ടി അബദ്ധവശാൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതിൽ കുട്ടി ഞാൻ വേറൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഓഡിഷൻ നടത്തിയതാണ്. നമ്മളതിന് ശേഷം ഇതിനകത്തും ഒരുപാട് ഓഡിഷൻ നമ്മൾ നടത്തി. പക്ഷേ വർക്കൗട്ട് അങ്ങോട്ട് നമ്മൾ വിചാരിച്ചൊരു ഇതിലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോഴും എൻ്റെ മെമ്മറിയിൽ പുള്ളിക്കാരി കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു മാൻഷിയുടെ ആദ്യത്തെ ഓഡിഷനായിരുന്നു അതിന് മുന്നേ ഞാൻ നടത്തിയതിൽ ഉണ്ടായിരുന്നത്. മാൻഷി ആദ്യമായിട്ട് ഓഡിഷൻ വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. മഹാരാജസിൽ തന്നെ പഠിക്കുന്ന കുട്ടിയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കഴിഞ്ഞ് കാണുമായിരിക്കും. അപ്പോഴെനിക്ക് പെട്ടെന്ന് സ്ക്രിപ്റ്റ് വായിച്ച് ഒന്നും കൂടെയൊക്കെ വായിച്ച് നോക്കി പെട്ടെന്ന് മാൻഷിയുടെ ഒരു ഓർമ്മ വന്നേ. മാൻഷീനെ വിളിച്ച് വരാൻ പറഞ്ഞു, ഓഡിഷൻ നടത്തി, മാൻഷി അതിലേക്ക് ഇന്നായി. അപ്പോൾ നമുക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ആ ഓഡിഷനിൽ സെലക്ട് ആവാതിരിക്കുന്നതല്ല. ഇതൊക്കെയാണ് അതിൻ്റെ റീസൺസ്. നമ്മൾ ചിലപ്പോൾ വേറൊരു കഥാപാത്രത്തിന് വേണ്ടി നമ്മൾ റെഫർ ചെയ്യും, ഇതിലും ക്യാരക്ടറിന് സ്യൂട്ട് അല്ലാത്തത് കൊണ്ട്. അതെ, ഇപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഞാൻ എല്ലാവരെയും നേരിട്ട് കാണാറുണ്ട്.
കുട്ടികളായാലും ചെറുതായാലും വലുതായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ ഫോട്ടോസിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ഒരിക്കലും അവരുടെ നേരിട്ട് കാണുമ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇവരുടെ ഒരു സംസാരത്തിൽ നമുക്കൊരു ഏകദേശ ധാരണ കിട്ടും ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കാണണം എന്ന് പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവരെയും കാണാൻ നടക്കില്ലെങ്കിലും അങ്ങനെ കാണണം എന്ന് പറയുന്ന സമയം കണ്ടെത്തി ഞാൻ കാണാറുണ്ട്. എനിക്ക് പുതിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നത് താല്പര്യമാണ്. ഞാൻ ചെയ്ത വർക്കുകളിലെല്ലാം ഒരു 60-70% പുതിയ ആർട്ടിസ്റ്റുകളായിരുന്നു. ഫാർമ നിവിൻ പോളിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ട്സ്റ്റാർ സീരീസിലും ഒരു 70% പുതിയ ആർട്ടിസ്റ്റുകൾ തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്തത്. പുതിയ ഇവിടെ ആർട്ടിസ്റ്റ് ദാരിദ്ര്യം ഉണ്ട്. നല്ല പെർഫോമൻസ് ഒരു 40+ ഒക്കെ നമ്മൾ കാസ്റ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആര് ചെയ്യുമെന്നുള്ള സമയത്ത് തന്നെ ഉള്ളവർക്ക് ഡേറ്റ് ഇഷ്യൂസ് ഉണ്ടാകും. പുതിയ ആർട്ടിസ്റ്റുകളുടെ ആൾക്കാരില്ല ഇവിടെ അത് ചെയ്യാനായിട്ട്. അപ്പോൾ പുതിയ ആർട്ടിസ്റ്റുകൾ വരണം എന്നുള്ളത് തന്നെയാണ് ചെയ്ത മിക്കതിലും ഒരു 50% മേളിൽ പുതിയ ആൾക്കാരെ തന്നെയാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ടും ചെയ്യുന്നതിലെല്ലാം ഒരു അതെ പുതിയ ആൾക്കാരെ ട്രൈ ചെയ്യും. കഴിവുള്ള ഒരുപാട് പേര് പുറത്തുണ്ട്. അപ്പോൾ ഭൂരിഭാഗം ചെയ്യുന്ന മിക്ക വർക്കിലും ഞാൻ പുതിയ ആൾക്കാരെ കയറ്റി വിടാൻ ചെയ്യും. എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തിരിക്കുന്നു അല്ലേ? ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമ്മളോട് ഒപ്പം വെൽത്തി സ്പോട്ട്ലൈറ്റിലിരുന്ന് വിശേഷങ്ങൾ പങ്കുവച്ചു. വിവേകിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ സിനിമ എനിക്കൊന്നും ഇതിനകത്ത് നമ്മൾ കൂടുതൽ സംസാരിച്ച സിനിമയെ പറ്റിയാണ്. സോ ഒരു അപ്രിസിയേഷൻ ഞങ്ങളുടെ വക വിവേകിനെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം പറഞ്ഞതിൽ. ഫൈനലി നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താ വിവേകിന് പറയാനുള്ളത്? എനിക്കും കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു നമ്മുടെ കാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്കിവിടെ പറയാൻ പറ്റി. അപ്പം ഇങ്ങോട്ട് വിളിച്ചതിനും ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കിയെന്ന്. അതെ, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഒരു സമയവും ഇതൊക്കെ ഉണ്ടാക്കി തന്നതിൽ എനിക്കും താങ്ക് യു എല്ലാവർക്കും. അതെ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ വിവേകിൻ്റെ ആഗ്രഹം പോലെ തന്നെ മുന്നോട്ടുള്ള എല്ലാ വർക്ക്സും ഡയറക്ഷൻ ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്ത പ്രൊഡക്ഷൻ ആയിക്കോട്ടെ എല്ലാം വലിയ സക്സസ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ എല്ലാവരും വെൽത്തി സ്പോട്ട്ലൈറ്റ് എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ കമ്മിങ്.